നുഴഞ്ഞു കയറിയ എല്ലാ മുസ്ലിമുകളെയും പുറത്താക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതിയല്ല, ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, പിന്നെ ജോയ് മല്യ ബാഗ്ചി, ഇവരുടെ കോടതി കഴിഞ്ഞ ദിവസം ഇങ്ങനെ വളരെ നിർണായകമായ ഒരു പരാമർശം നടത്തി. എന്ന് മാത്രമല്ല, സുപ്രീം കോടതി പറഞ്ഞു പേടിപ്പിക്കരുത്, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ഇവിടെ നുഴഞ്ഞു കയറി വന്നിട്ട് ഇവിടെ ആദ്യം നുഴഞ്ഞു കയറി വന്നാൽ പിന്നെ ഭക്ഷണം വേണമെന്ന് പറയും, പിന്നെ താമസം വേണമെന്ന് പറയും, പിന്നെ പറയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാവങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറയും. അങ്ങനെ വന്നിട്ട് ഇതെല്ലാം ഇവർ കൊണ്ടുപോകും. ഈ രാജ്യത്ത് കോടിക്കണക്കിന് പാവപ്പെട്ടവരുണ്ട്. അവർക്ക് മാത്രമാണ്, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഇന്ത്യയിലെ വിഭവങ്ങൾക്ക് അവകാശം. ഇത് സുപ്രീം കോടതി വളരെ കൃത്യമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോഴത്തേക്ക് എന്തിനറിയോ, മറ്റൊന്നുകൂടെ സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു, നിങ്ങൾ ഈ റോഹിംഗ്യൻ മുസ്ലിം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവർക്കിവിടെ മൗലികാവകാശങ്ങൾ കൊടുക്കണം, അവരെ സംരക്ഷിക്കണം ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കൊണ്ടുപോവാ. ഇന്ത്യ എപ്പോഴെങ്കിലും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അഭയാർത്ഥികളായി അംഗീകരിച്ചിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവുണ്ടോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഒരു അഭയാർത്ഥി കൺവെൻഷനുണ്ട്. വിവിധ രാജ്യങ്ങൾ ചേർന്നിട്ട് അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാം എന്നൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിൽ ഒപ്പുവെക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കയറുന്നവനെയൊക്കെ ഇവിടെ പൊറപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല എന്ന് ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മല്യ ബാഗ്ചിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ഉടനെ ഇവിടെ കുറേ സാംസ്കാരിക പ്രവർത്തകർക്ക് ഹാലിളകി. അവർ കുറേ വിരമിച്ച കുറേ ജഡ്ജിമാർ, വക്കീലന്മാർ, പത്രപ്രവർത്തകരും എല്ലാം കൂടെ നീട്ടിപ്പിടിച്ചൊരു വാറോല എഴുതി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊന്നും പറയാൻ പാടില്ല, റോഹിംഗ്യൻസ് മനുഷ്യന്മാരല്ലേ, അവർ മുസ്ലിങ്ങളായതാണോ, അവരുടെ പേരാണോ നിങ്ങൾക്ക് കുഴപ്പം? ചില ചോദിക്കില്ലേ, അവൻ്റെ പേരാണോ നിങ്ങൾക്ക് കുഴപ്പം? ആ പേര് കുഴപ്പമാണെന്നേ. ഈ പേരും വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് ലോകത്ത് പോയി പൊട്ടിത്തെറിക്കുന്നത്. റോഹിംഗ്യൻസ് മുസ്ലിംസ് എന്താണ് പാകിസ്ഥാനിൽ പോകാത്തത്? ഇവന്മാരെല്ലാം തള്ളിക്കറി ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഈ റോഹിംഗ്യൻസ് റഖൈൻ എന്ന് പറയുന്ന മ്യാൻമറിലെ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്നവരാണ്. അവിടെ പാവപ്പെട്ട കോലിട്ട് കുത്തിയാൽ തിരിച്ച് കടിക്കാത്ത പാവപ്പെട്ട ബുദ്ധമതക്കാരായിരുന്നു. അവരുടെ അടുത്ത് പോയി ജിഹാദൊക്കെ നടത്തിയപ്പോൾ അവരെന്ത് ചെയ്തു, ബുദ്ധമതക്കാർ തിരിഞ്ഞു നിന്ന് അവർ അരക്കൻ ആർമിയൊക്കെ ഉണ്ടാക്കി ഇവന്മാരെ ഓടിച്ചു, കണ്ടം വഴി ഓടിച്ചു. അങ്ങനെ ഇവന്മാർ ബംഗ്ലാദേശിൽ കയറി, ബംഗ്ലാദേശിൽ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുക. നമ്മുടെ അയൽവക്കത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് ആസാമിയാണ്, ബംഗാളിയാന്ന് പറഞ്ഞിരിക്കുന്നവൻ ഒന്നാം തരം റോഹിംഗ്യൻ മുസ്ലിം ആയിരിക്കും. ഇങ്ങനെ റോഹിംഗ്യൻ മുസ്ലിംസ് ഇങ്ങനെ ഇന്ത്യയിൽ വന്നിട്ട് അഭയാർത്ഥികളായി കിടക്കുകയാണ്. അപ്പോൾ എന്തൊരു ഡൽഹിയിലൊരു വക്കീലുണ്ട്, അയാളുടെ പേര് ഗോൺസാൽവൽസോ അങ്ങനെ മറ്റാണ്, അങ്ങനത്തെ ഒരു വൃത്തികെട്ട അങ്ങനത്തെ ഒരു പേരാണ്. ആ പേരുള്ള അയാൾ ഉടനെ അവരുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കണം, സ്കൂളിൽ പഠിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു, ശരി, സ്കൂളിൽ ചേർക്കുമ്പോഴത്തേക്ക് സ്കൂളിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് അവിടുത്തെ വിദ്യാർത്ഥിയായി. ആ വിദ്യാർത്ഥി മാത്രം ഇവിടെ നിന്നാൽ പോരല്ലോ. അപ്പോൾ വിദ്യാർത്ഥിയുടെ അച്ഛനും അമ്മയും നിൽക്കണം. അച്ഛനും അമ്മയോടെ കിട്ടിക്കൊണ്ട് അച്ഛനും അമ്മയും വിദ്യാർത്ഥി ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് റേഷൻ കാർഡ് കൊടുക്കണം. റേഷൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാലോ, ഇവർ സാധുക്കളല്ലേ, താമസിക്കാൻ ഒരു വീട് വേണ്ടേ, വീട് കൊടുക്കണം. വീട് കൊടുക്കുമ്പോഴോ, ഇവർ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയല്ലേ, അതുകൊണ്ട് ഇവരെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ചേർത്തേക്കാം. ഇതല്ലേ പരിപാടി. ആ പരിപാടി നടക്കില്ല എന്ന് സുപ്രീം കോടതി അന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ സുപ്രീം കോടതി കിടക്കിടയ്ക്ക് ഈ ജീവകാരുണ്യം, മനുഷ്യത്വമൊക്കെ ഇങ്ങനെ വാരി വിതറി അങ്ങ് വിതറുന്ന ഒരു സുപ്രീം കോടതി ഉണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റിസ് സൂര്യകാന്ത് വന്നപ്പോൾ സൂര്യകാന്ത് പറഞ്ഞു, രാജ്യത്തെ വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്കാണ് ഇന്ത്യയിൽ പൗരന്മാരെന്ന നിലയിലുള്ള നമ്മുടെ നാട്ടിലെ വിഭവങ്ങളുടെ അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും സവിശേഷമായ കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ചില മൗലികമായ ചില അവകാശങ്ങളുണ്ട്. സംസാരിക്കാനുള്ള അവകാശം, മതത്തിനുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. നമുക്ക് അതുകൊണ്ടാണ് ഒരാളുടെ ജീവൻ മറ്റൊരാളുടെ എടുത്താൽ അയാളെ ശിക്ഷിക്കാൻ വേണ്ടി കേസ് നടത്തുന്നത് സർക്കാരാണ്. പ്രജിത വന്ന് എന്നെ കുത്തിക്കൊന്നാൽ പ്രജിതയ്ക്കെതിരെ കേസ് നടത്തുന്ന ആരായിരിക്കും അറിയോ? സർക്കാരാണ്. കാരണം സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ്. രാജ്യത്തിൻ്റെ വിഭവം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ ജനങ്ങളാണ്. ആ സമ്പത്തിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിനെതിരെയുള്ള ക്രൈമാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായി, ജീവിക്കാനുള്ള അവകാശമായി നമ്മൾ മൗലിക അവകാശങ്ങളായി ഭരണഘടന എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാ അവകാശങ്ങൾ ആർക്കാണ്? ഇന്ത്യയിലെ പൗരന്മാർക്കാണ്. ഇത് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറേ റിട്ടയേർഡ് സിംഹങ്ങൾ, പല്ലും നഖമൊക്കെ ഒഴിച്ച കുറേ സിംഹങ്ങൾ വന്നിട്ട്, അങ്ങനെയല്ല, റോഹിംഗ്യൻസ് മനുഷ്യരല്ലേ, അവരെ നമ്മൾ സംരക്ഷിക്കണ്ടേ, ഇങ്ങനെയൊന്നും കോടതി പറയാമോ, അത് അവർ മുസ്ലിങ്ങളായതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് പറഞ്ഞ് 15 പേര് നീട്ടിപ്പിടിച്ചൊരു വാറോല പരസ്യമായൊരു കത്തം എഴുതി. എന്നിട്ട് വലിയ വാർത്ത,
റിട്ടയേർഡ് ജഡ്ജിമാർ, അഭിഭാഷകർ, പൗരപ്രമുഖർ, മാധ്യമ പ്രമുഖരൊക്കെ പ്രതികരിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഈ പരാമർശത്തിനെതിരെ എന്ന് പറഞ്ഞ് വലിയ വാർത്തയൊക്കെ വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് സൂര്യകാന്ത് കോടതിയിൽ പറഞ്ഞു, അതെ, ചിലരിങ്ങനെ ഹൈപ്പർ സെൻസിറ്റീവായിട്ടുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരിങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീട്ടിപ്പിടിച്ച് കത്തെഴുതും. കത്തൊക്കെ എഴുതിയാൽ ഞങ്ങളങ്ങ് പേടിക്കുന്നതാണ് അവർക്ക്. ഒരു പേടിയില്ല, പേടിപ്പിക്കാൻ വരരുത്. ഞാൻ പറയുന്ന നിയമമാണ്, ഞങ്ങൾ പറയുന്ന നിയമമാണ്. ഇന്ത്യയിലെ വിഭവങ്ങളുടെ അവകാശം ഇന്ത്യയിലെ പൗരന്മാർക്കാണ്. അതായത് കോടതി ഇങ്ങനെയൊക്കെ പറയും. കോടതിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. നിങ്ങളുടെ കത്ത് കണ്ടിട്ട്, നിങ്ങളുടെ കൂട്ട ഹർജി കണ്ടിട്ട് ഒന്നും പേടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. പിന്നെ റോഹിംഗ്യൻ മുസ്ലിംസിനെ അഭയാർത്ഥികളായി ഇന്ത്യ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അഭയാർത്ഥികളായി സർക്കാർ അംഗീകരിക്കാത്തവർക്ക് ഇവിടെ ഒരു അവകാശവും കൊടുക്കാൻ പറ്റില്ല. അവർക്കൊരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാതെ ഈ രാജ്യത്ത് തുടരുന്നവർ ആരായാലും അവർ നുഴഞ്ഞു കയറ്റക്കാരാണ്. നുഴഞ്ഞു കയറ്റക്കാരെ കഴുത്തിന് പിടിച്ച് പുറത്ത് കളയണം. അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക്, സുരക്ഷയ്ക്ക് ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യുന്ന നടപടികളെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. സത്യത്തിലൊരു വലിയ വാർത്തയല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ നോക്കൂ, അപ്പോഴാണ് പറയുന്നത്, നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല, ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും അഭയാർത്ഥികളായിട്ട് മുസ്ലിംസ് പോകുന്നുണ്ട്. അവരുടെ ഒരു വാക്കുണ്ട്. അതായത് നമ്മൾ പെരുകി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ അടുത്ത രാജ്യത്തേക്ക് പോകണം. അടുത്ത രാജ്യത്ത് നിന്നിട്ട് അവിടുത്തെ ജനസംഖ്യയെ ഡെമോഗ്രാഫി അട്ടിമറിക്കണം. എന്നിട്ട് അവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കണം. അവിടെ നമ്മുടെ ഭരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഒരു സെക്ഷൻ ആളുകൾ അടുത്ത രാജ്യത്തേക്ക് പോകണം. ഇങ്ങനെ യുദ്ധത്തിലൂടെ, മറ്റൊന്ന് നുഴഞ്ഞു കയറ്റത്തിലൂടെ ലോകം മുഴുവൻ നമ്മുടെ ഇസ്ലാമാക്കുക എന്നുള്ള ഇവരുടെ പ്രഖ്യാപിത ലൈനാണ്. നോക്കൂ, ഈ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, അവിടേക്ക് ആരും പോകുന്നില്ലല്ലോ നുഴഞ്ഞു കയറ്റക്കാർ. ഇവർ ലണ്ടനിലേക്ക് പോകും, കാനഡയ്ക്ക് പോകും, അല്ലേ, ഇംഗ്ലണ്ടിൽ പോകും. ഇംഗ്ലണ്ടിലേക്ക് നുഴഞ്ഞു കയറി ഇപ്പോൾ ഭൂരിപക്ഷമായി. ഇപ്പം ഇംഗ്ലണ്ട് നിർത്തിയിട്ട് പറയാം, ഇനി 20 വർഷം കഴിയാതെ പൗരത്വം തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷബാന എന്ന് പറയുന്ന ഒരാളാണ്, ഒരു പാകിസ്ഥാൻ ഒറിജിനായിട്ടുള്ള വനിതയാണ്, ഇംഗ്ലണ്ടിലെ വിദേശകാര്യ സെക്രട്ടറി വന്നതിന് ശേഷം അവർ പറഞ്ഞു, വിദേശകാര്യല്ല, ആഭ്യന്തര സെക്രട്ടറി വന്നപ്പോൾ എല്ലാവരും കരുതി ഈ ഷബാന ഇപ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും അങ്ങോട്ട് വലിച്ചു കയറ്റുന്നത്. ഷബാന ഇപ്പോൾ പറഞ്ഞു, ഒരു രക്ഷയില്ല, 20 വർഷം കഴിയാതെ പൗരത്വം കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഇംഗ്ലണ്ട് പോലും തീരുമാനിക്കേണ്ടി വന്നു. കാരണം ഇംഗ്ലണ്ടിൽ ഇപ്പോൾ റോഡിലങ്ങ് നടക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ലണ്ടനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മനോഹരമായ വൃത്തിയുള്ള നഗരമാണ്. പക്ഷേ ഈ മൈഗ്രേഷൻ വന്ന്, നുഴഞ്ഞുകയറ്റം വന്ന്, വലിയ തോർത്ത് ഈ അഭയാർത്ഥികൾ വന്നപ്പോൾ നമ്മുടെ നഗരത്തിലെ ഒരു മാർക്കറ്റ് എത്ര വൃത്തികേടാണോ അതിനേക്കാളും വൃത്തികേടാണ് ലണ്ടനിലെ പോലും തെരുവുകൾ. കാരണം ഇതുങ്ങൾക്കൊന്നും ഒരു വൃത്തിയില്ല. പരിസരമൊന്നും തിന്നുക, അവിടെ വലിച്ചെറിയുക, അങ്ങനെ ഇങ്ങനെ പൊതുനിരത്തുകളും പൊതുപ്രദേശങ്ങളും ഒക്കെ എങ്ങനെ മലിനമാക്കുക, ആ തരത്തിലൊക്കെ ആക്കിയിരിക്കുന്ന എത്രയോ വീഡിയോകളുണ്ട്. അതുകൂടാതെ മാഞ്ചസ്റ്റർ പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. മാഞ്ചസ്റ്ററിലൊക്കെ എന്താണ്, അവിടുത്തെ താമസിക്കുന്ന വൈറ്റ്സിൻ്റെ, വെള്ളക്കാരുടെ വീടിൻ്റെ വാക്കൊക്കെ കൊണ്ട് ബോർഡ് തൂക്കി. നമ്മൾ ബോർഡ് തൂക്കുമല്ലേ, പരസ്യക്കാരൊക്കെ നമ്മുടെ ഗേറ്റിൽ കൊണ്ട് തൂക്കുന്ന പോലെ, നിങ്ങൾക്ക് പട്ടി ഉണ്ടെങ്കിൽ അതുമായി പുറത്തിറങ്ങരുത്, കാരണം പട്ടി ഞങ്ങൾക്ക് ഹറാമാണ്. അതായത് അവിടെ നുഴഞ്ഞു കയറി വന്ന ഈ മുസ്ലിംസ്, എന്ത് ചിരിക്കുന്നത്, നുഴഞ്ഞു കയറ്റക്കാരെന്ന് ഉദ്ദേശിച്ചത്, അവർ പറയാണ്, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരുത്തൻ കയറി വന്നിട്ട് പറയുകയാണ്, നീ ഇന്ന് തൊട്ട് സാമ്പാർ വെക്കരുത് കേട്ടോ, സാമ്പാറിൻ്റെ മണം എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന പോലെ ഇംഗ്ലണ്ടിലേക്ക് നുഴഞ്ഞു കയറി വന്ന അഭയാർത്ഥികളായിട്ട് വന്ന മുസ്ലിംസ് പറയുകയാണ്, നിങ്ങൾ മാഞ്ചസ്റ്ററിലുള്ള ഇനി പട്ടിയായിട്ട് പുറത്തിറങ്ങരുത്, പട്ടി ഞങ്ങൾക്ക് ഹറാമാണ്. പറഞ്ഞ ഏതോ ഒരു മൂത്ത പുള്ളീനെ പട്ടി കടിച്ചിട്ടുണ്ട്, അന്ന് മുതൽ പട്ടി ഹറാമാണ്. അപ്പോൾ അപ്പം വൈറ്റ്സ് ആകെ മെനക്കെട്ടു, അവരാകെ സഹി കെട്ടി ഇപ്പോൾ അവർ കിട്ടുന്നിടത്ത് വെച്ച് കൈ കിട്ടുന്നിടത്ത് വെച്ച് കീച്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ നുഴഞ്ഞു കയറ്റം ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇവർ നുഴഞ്ഞു കയറി പോകുന്നില്ല. കാരണം അവിടെ നമ്മുടെ രാജ്യമാണല്ലോ. അപ്പോൾ ഇനി അല്ലാത്ത രാജ്യങ്ങളിൽ പോയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്കും ഈ റോഹിംഗ്യൻസ് വലിയ തോതിൽ വരുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ രാജ്യത്ത് കണ്ട് 10 കോടിയോളം ആളുകൾ ഇങ്ങനെ നുഴഞ്ഞു കയറി വന്നവരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ബംഗാളിലൊക്കെയാണ് മമതയുടെയൊക്കെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ റോഹിംഗ്യൻ മുസ്ലിംസാണ്. ആസാമിലുണ്ട്. ആസാമിലെ ഇപ്പം ഹിമന്ത ബിശ്വ ശർമ്മ വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ആസാമിൻ്റെ ഒരു ആസാം അക്കോർഡ് എന്ന് പറഞ്ഞൊരു കരാർ രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നു. അതായത് ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ആസാം ഗണപരിഷത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ആസാമിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായത് ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോട് ഇവർ കയറി ഇങ്ങോട്ട് വരും. അതിർത്തിയൊന്നുമില്ല.
എന്നിട്ട് അവിടെ വന്നങ്ങ് താമസിക്കും, എന്നിട്ട് അവിടുത്തെ ജനങ്ങളുമായി സംഘർഷം. അതാണ് ശരിക്കും ആസാം കലാപത്തിൻ്റെ കാരണം പോലും. ആസാമിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, ആസാമിലെ ജനങ്ങളുടെ ആസാമികളുടെ ഒരു സ്വഭാവം മാറ്റുക, അവിടുത്തെ ഭൂമി കയ്യേറുക ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ആസാമിലേക്ക് വന്ന് കുടിയേറി അനധികൃതമായി താമസിച്ചുകൊണ്ടിരിക്കുക. അതുങ്ങളെയൊക്കെ ഒഴിപ്പിക്കുന്ന പണി ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്നവർ, നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞാൽ ഒറ്റ ജാതിയിൽപ്പെട്ടവരേ ഉള്ളൂ, ഒറ്റ മതത്തിൽപ്പെട്ടവരേ ഉള്ളൂ, അത് മുഴുവൻ മുസ്ലിംസാണ്. നേപ്പാളിൽ നിന്നാരും നുഴഞ്ഞു കയറി വരുന്നില്ല, മ്യാൻമറിൽ നിന്ന് വരുന്നില്ല, ശ്രീലങ്കയിൽ നിന്ന് വരുന്നില്ല, ആകെ ഇവർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിപ്പിക്കരുത്, അഭയാർത്ഥികളെ ഒഴിപ്പിക്കരുത് എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ വ്യാഖ്യാനം എന്താണെന്നറിയോ? ഇന്ത്യയിലേക്ക് തള്ളിക്കയറി വരുന്ന മുസ്ലിങ്ങളെ നമ്മളിവിടെ പോറ്റി വളർത്തി വേണ്ടതൊക്കെ കൊടുത്ത് പരിപോഷിപ്പിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വം ഇന്ത്യക്കാർക്ക് മാത്രമാണ്, ഇന്ത്യയിലെ വിഭവങ്ങൾ ഇന്ത്യക്കാർക്ക് മാത്രമാണ്. അത് വളരെ വിശദമായി സുപ്രീം കോടതി പറഞ്ഞാണ് ഇവരെ ചൊടിപ്പിച്ചത്. സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലീഗൽ സ്റ്റാറ്റസ് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ നുഴഞ്ഞു കയറി വരുന്നവർ ആദ്യം ഭക്ഷണം ചോദിക്കും. അത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് ഒരുപാട് പേർക്ക് കൊണ്ടു. ആദ്യം ഭക്ഷണം ചോദിക്കും, പിന്നെ വസ്ത്രം ചോദിക്കും, പിന്നെ കുഞ്ഞുങ്ങൾ പാവങ്ങളല്ലേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ചോദിക്കും. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വീട് വേണമെന്ന് പറയും. എടാ, ഇതൊക്കെ ആർക്ക്? ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി കയറി വന്നവർക്ക് കൊടുക്കാൻ എന്ത് ബാധ്യത? കാരണം ഈ രാജ്യത്ത് ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, വീടില്ലാത്ത, സ്കൂളുകളിൽ വിടാൻ കുട്ടികളെ സൗകര്യമില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങളുള്ളപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങൾ എന്തിന് അഭയാർത്ഥികളായ വരുന്ന ആളുകൾക്ക് കൊടുക്കണം? ഒന്ന്. രണ്ടാമത്, അഭയാർത്ഥികളെ സംരക്ഷിക്കാമെന്നുള്ള ഒരു കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടേയില്ല. അപ്പോൾ പിന്നെ ഇന്ത്യക്കൊരു ബാധ്യതയുമില്ല എന്ന് തീർത്ത് പറഞ്ഞത് വലിയ പ്രഹരമായിട്ടുണ്ട് ഇവിടുത്തെ ലെഫ്റ്റിസ്റ്റുകൾക്ക്, ലിബറലിസ്റ്റുകൾക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും സുപ്രീം കോടതിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടയേർഡായിട്ടുള്ള കുറേ കിടാപ്പന്മാരുടെ ഒപ്പം ചേരിച്ച ഒരു കത്തയച്ചത്. അതാണ് സൂര്യകാന്ത് പറഞ്ഞ് പോയി പണി നോക്കണം, പേടിപ്പിരൊന്നും വേണ്ട, ഈ നുഴഞ്ഞു കയറിയ എല്ലാ മുസ്ലിംസിനെയും ചെവിക്ക് പിടിച്ച് പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് കാലത്തിന് ശേഷം ഭാരതീയമായ ഒരു നിലപാടെടുക്കുന്ന, എൻ്റെ രാജ്യമാണ് ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാടിലെടുക്കുന്ന ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഒരു വലിയ ഭാഗ്യം. അതിലേറെ ഭാഗ്യം അദ്ദേഹത്തിന് ഏതാണ്ട് 1.5 വർഷത്തോളം ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി തുടരാൻ കഴിയുമെന്നതും വലിയ കാര്യമാണ്. ഏതായാലും സുപ്രീം കോടതിയിലെ സൂര്യവെളിച്ചം നമ്മുടെ ഭാരതത്തിനാകെ വെളിച്ചമായി മാറും എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്ന് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്.